നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കുചേരുന്നത് WMCയുടെ ഗ്ലോബൽ ചെയർമാൻ ശ്രീ ഗോപാലപിള്ള, അതുപോലെ WMCയുടെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ജോൺസൺ തലച്ചല്ലൂർ. ജോൺസൺ തലച്ചല്ലൂർ വൈസ് പ്രസിഡന്റ് മാത്രമല്ല, ഇവിടെ നടക്കുന്ന ഗ്ലോബൽ കോൺഫറൻസിന്റെ പ്രോഗ്രാം കൺവീനർ കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒട്ടേറെ ഈ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നിലവിൽ. ഈ കൺവെൻഷൻ എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടുത്തെ പ്രോഗ്രാംസ്, ഇതിനെക്കുറിച്ചെല്ലാം ഈ രണ്ട് ഭാരവാഹികൾ, ചെയർമാൻ, വൈസ് പ്രസിഡന്റും ഒക്കെ നമ്മളോട് വിശദീകരിക്കും. അത് നമുക്ക് കേൾക്കാം. ഇതിന്റെ ചെയർമാനായിട്ട് എത്ര വർഷമായി? ചെയർമാൻ ഇത് എൻ്റെ രണ്ടാമത്തെ ടേമാണ്, 4ാമത്തെ വർഷം. ഒരാൾക്ക് എത്ര പ്രാവശ്യം ചെയർമാനായിട്ട് ഇരിക്കാൻ പറ്റും? വേൾഡ് മലയാളി കൗൺസിലില് ഒരു പൊസിഷനില് 2 ടേം ഇരിക്കാം ഒരാൾ. ലൈഫ് ടൈം ഒരു ടൈം എന്ന് പറയുന്നത് 2 വർഷം. അങ്ങനെ 4 വർഷം. 4 വർഷം. അതിൽ കൂടുതൽ അത് നിങ്ങളുടെ നിയമാവലിയിൽ എഴുതി ചേർത്തിരിക്കുന്ന കാര്യം. ഒരു ചർച്ച വന്നത്, പുറത്തുള്ള ഒരു ചർച്ച വന്നത്, പ്രസിഡന്റ് അടുത്ത ടൈമിൽ ചെയർമാൻ വേറെ ഏതെങ്കിലും പൊസിഷൻ വരും, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മാറി പദവി കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉള്ളതെന്ന് പറയുന്നത് ശരിയാണ്? ശരിയല്ല സാറേ, ശരിയല്ലെന്ന് അങ്ങനെ പറയുന്നെങ്കിലും ഇതിൻ്റെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഏൺ ചെയ്തിട്ടാണ് അടുത്ത പൊസിഷനിലോട്ട് സാധാരണ. അങ്ങനെ വരുന്ന സമയത്ത് പ്രസിഡന്റ് നാച്ചുറലി ചെയർമാൻ്റെ പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടാകും, നിൽക്കുന്നുണ്ടാകും. ആ പൊസിഷന് ലീഗലാണ്, പെർഫെക്റ്റ്ലി ലീഗലാണ്. ഈ കൺവെൻഷൻ ഇവിടെ അമേരിക്കയിൽ എത്രാമത്തെ തവണയാണ്? അമേരിക്കയിൽ 2nd ടൈമാണ്. 2012 നമ്മളിവിടെ ഡാലസിൽ തന്നെ ചെയ്തായിരുന്നു ആ കോൺഫറൻസ്. ഇത് 2ാമത്തെ പ്രാവശ്യം. നമ്മുടെ ഈ കൺവെൻഷൻ എനിക്ക് തോന്നുന്നു അടുത്ത 21-ാം തീയതിയാണ്. 21, 22, 23 ദിവസം. ഇത് നിങ്ങൾ ഗ്ലോബൽ കൺവെൻഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇപ്പം നമ്മളിവിടെ തന്നെ അമേരിക്കയിൽ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലായി 2 കോൺഫറൻസ് നടന്നു. ഒന്ന് പൊക്കാനയുടെയും ഒന്ന് പോമയുടെയും. പോമയുടെ ആദ്യം നടന്നു, രണ്ടാമത് പൊക്കാനയുടെ നടന്നു. വലിയ ഒരു പങ്കാളിത്തമാണ് ഈ 2 കൺവെൻഷനിൽ ഉണ്ടായിരുന്നത്. പൊക്കാനയിലാണെങ്കിൽ പ്രോഗ്രാമുകളും പിന്നെ ഡെലിഗേറ്റ്സും ഒക്കെ ആയിട്ട് ഒരുപാട് പങ്കാളിത്തം. അവർ എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങളിലും ഗിന്നസ് ബുക്കിൽ തന്നെ ഒരു ഇടം നേടി എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകളൊക്കെ. ഏതായാലും അങ്ങനെ ഒരു കൽക്കാരി റിസോർട്ടിലാണ് അത് നടന്നത്. ഇവിടെ പോമഴയും ഹൂസ്റ്റണിലെ ഒരു ഹോട്ടലിലാണ് നടന്നത്. അപ്പം നിങ്ങളുടെ കൺവെൻഷൻ നടക്കുന്നിടത്ത് ഞാൻ ആദ്യം കേട്ടത്, ആദ്യം നിങ്ങൾ 50 റൂംസ് ഒക്കെ ബുക്ക് ചെയ്തു, പിന്നെ അത് നിങ്ങൾ 30ലേക്ക് മാറ്റി. ഈ 30 റൂമിൽ താമസിക്കുന്ന ആളുകളെ വെച്ചിട്ട് ഗ്ലോബൽ കൺവെൻഷൻ എന്നൊക്കെ പറയാൻ പറ്റും? പറ്റും. അതെന്താ ഈ 30 എന്ന് പറയുന്ന നമ്പർ 30 അല്ല കേട്ടോ. ഇപ്പം ലേറ്റസ്റ്റ് കണക്കിന് നമുക്ക് 40 റൂംസ് പോയി. ദേ ഹാവ് ഓൾറെഡി ബുക്ക്ഡ് ഇറ്റ്. ഈ 30 റൂം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. നമുക്ക് നോർത്ത് അമേരിക്കയിലും കാനഡയിലുമായിട്ട് 12 പ്രൊവിൻസുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമുക്ക് വരുന്നുണ്ട്. അതൊന്നും പലരും ഇങ്ങനെ ഏതെങ്കിലും വീടുകളിൽ താമസിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ താമസിച്ചിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അതൊന്നും നമുക്ക് ഇതിൻ്റെ കൗണ്ടിൽ വരുന്നില്ല. ഇപ്പം നമുക്കിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഈ സമയത്ത് നമ്മൾ കോൺഫറൻസ് ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. നമുക്ക് എങ്ങനെ പോയാലും ഒരു 400 to 500 പീപ്പിൾ അവിടെ ഉണ്ടായി. 500 ഡെലിഗേറ്റ്സിനെ പ്രതീക്ഷിക്കുന്ന ഒരു കൺവെൻഷനിൽ നിങ്ങൾ 40 റൂമേ ബുക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ബാക്കി 460 പേർക്കും 40 പേർക്ക് ഒരു റൂമിൽ ഒരാൾക്ക് വെച്ച് തന്നെ 40 റൂം. ഇത് എല്ലാ റൂമിലും 2 പേരുണ്ട്, എല്ലാം കപ്പിൾസ് ആണ്. 80 പേര്. ബാക്കി 400. അപ്പൊ അങ്ങനെ വന്നാൽ പോലെ 80 പേര് കഴിഞ്ഞാൽ ബാക്കി 500 ഡെലിഗേറ്റ്സിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെ 420 പേര് ഡെലിഗേറ്റ്സ് അല്ല സാർ, ഡെലിഗേറ്റ്സ് പിന്നെ 74 പേര് മൊത്തം. അതായത് പ്രൊവിൻസിന്റെ പ്രസിഡന്റ്, എല്ലാ പ്രൊവിൻസിന്റെ 40.
പിന്നെ റീജിയനിൽ നിന്ന് 4 പേര്, ചെയർമാൻ, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, പിന്നെ ഇലക്ടഡ് ഗ്ലോബൽ ഒഫീഷ്യൽ, പിന്നെ യൂത്ത് ഫോറം, വുമൻസ് ഫോറം. ഇത്രയും ആൾക്കാരാണ് ഡെലിഗേറ്റ്സ്. വോട്ടവകാശം ഈ വോട്ടവകാശം ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ള കോൺഫറൻസ് നമ്മൾ കൂടുന്നത് ഇതിന്റെ WMC കൺവെൻഷൻ അല്ല, ഇതിന്റെ ജനറൽ ബോഡി. ചുരുക്കത്തിൽ ജനകൂടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചില സംഘടനയുടെ ജനറൽ ബോഡി എന്ന് പറയുന്നത് ജനറൽ ബോഡി. അതാണ് അതിന്റെ പ്രൈമറി ഉദ്ദേശം. അതാണ് കഴിഞ്ഞ 2 വർഷത്തെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യുക, അടുത്ത 2 വർഷത്തേക്കുള്ള പ്രോഗ്രാം സെറ്റ് ചെയ്യുക, പിന്നെ പല കാര്യങ്ങളും മുമ്പ് സംസാരത്തിന് വരും, പിന്നെ പുതിയ കമ്മിറ്റിയെ ഇലക്ട് ചെയ്യുക, ഇങ്ങനെ പിന്നെ യൂത്ത് ഫോറത്തിന്റെ മീറ്റിംഗ് കാണും, വുമൻസ് ഫോറത്തിന്റെ കാണും, പിന്നീട് ഡോക്ടേഴ്സ് ഫോറം ഉണ്ട്. ഡോക്ടേഴ്സ് ഫോറം, ഫോറംസിന്റെ ഒക്കെ മീറ്റിംഗ് ആണ്. പ്രോഗ്രാം കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുക, എന്തൊക്കെ ഈ കോൺഫറൻസിലെ കൾച്ചറൽ പ്രോഗ്രാം മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ചില പോസ്റ്ററുകളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു. അപ്പം എന്തൊക്കെയാണ് അതിന്റെ ആ പ്രോഗ്രാമുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? പ്രോഗ്രാം കൾച്ചറൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ തന്നെ നമുക്കൊരു 6 or 7 ഗ്രൂപ്പ് ഡാൻസുകളുണ്ട്. അതൊക്കെ ലോക്കൽ അതെ, ഇതൊന്നും പെയ്ഡ് അല്ല. ആക്ഷേപം ഞാൻ കേട്ടത് ഇവിടുത്തെ ലോക്കലായിട്ട് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേരും ഒക്കെ ആയിട്ടുള്ളത്. പക്ഷെ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈവൻ നാട്ടിൽ നിന്ന് പെയ്ഡായിട്ട് വരുന്ന ആൾക്കാരെക്കാളും ക്വാളിഫൈഡും അതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. അല്ല, അത് ഇപ്പം കണ്ടു കഴിയുമ്പോൾ അറിയാമല്ലോ. ഇത് നമുക്ക് ഇപ്പം ഡാളസിലും ഫിലഡൽഫിയയിലും ന്യൂയോർക്കിലും ഒക്കെയുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡാൻസ് ഗ്രൂപ്പുകാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ദിവ്യ ഉണ്ണി അറിയാമായിരിക്കുമല്ലോ. ദിവ്യ ഉണ്ണിയാണ് 23rd നമ്മുടെ ഒരു ആർട്ടിസ്റ്റായിട്ട്, പെയ്ഡ് ആർട്ടിസ്റ്റായിട്ട് വരുന്നത്. ഏനോ ബാക്കി ഉള്ള ആൾക്കാരെല്ലാം ദിവ്യ ഉണ്ണി തന്നെ ചെയ്യുന്നത്. കുറേ ഡാൻസ് പുള്ളിക്കാരി തന്നെ ചെയ്യും. ഇല്ല, ഇതല്ല. ഇത് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുന്ന അവർ അടുത്ത മാസം വരുന്നുണ്ട്. അല്ല, അത് ദാറ്റ്സ് എ പ്രൈവറ്റ് പ്രോഗ്രാം. അത് ഒരു അതെ അതെ. പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്കുള്ളത് ഫ്രാൻസിസ് ജോർജാണ്. ഫ്രാൻസിസ് ജോർജ് MP, കോട്ടയം MP അല്ലേ, അദ്ദേഹത്തെയാണ് നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹം വരും. ചീഫ് മിനിസ്റ്റർ ഇന്നേ വരെ എന്നോട് പറഞ്ഞിട്ടില്ല, വരുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. പൊക്കാനക്കാരോടും പറഞ്ഞു വരത്തില്ല എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ വരത്തില്ല. ഈവൻ KC നമ്മൾ വിളിച്ചിട്ടുണ്ട്, KC വേണുഗോപാലിനെ. അദ്ദേഹവും നോ പറഞ്ഞിട്ടില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. എനിക്ക് സെപ്റ്റംബറിലോട് കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് ചിക്കാഗോയിൽ കല്യാണത്തിന് വരിക. അപ്പം നിങ്ങൾ ഇത്രയും ദിവസം അദ്ദേഹം മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ഞങ്ങളാണ് പുള്ളിയുടെ ചെലവ് വഹിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മുടെ പ്രോഗ്രാമിനായിട്ട് ഇൻവൈറ്റ് ചെയ്ത് വരുന്നത്. ചിക്കാഗോയില് കല്യാണത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം നമ്മുടെ ഈ 3 ദിവസവും കമ്മിറ്റഡ് ആണ്. ഫ്രാൻസിസ് ജോർജ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മറ്റേ 2 പേരും പ്രതീക്ഷിക്കുന്നെങ്കിലും കൺഫേം അല്ല. ഫ്രാൻസിസ് ജോർജ് ആണ് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് മാത്രമേ നിങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ളൂ. അതെ, ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അതെ, നാട്ടിൽ പിന്നെ ഇന്ത്യൻ കൗൺസിലേറ്റ് വരും. കൗൺസിലേറ്റ് ജനറൽ മഞ്ജുനാഥ്, DC മഞ്ജുനാഥ്, പുള്ളിയാണ് ട്യൂഷനിലെ ഇന്ത്യൻ കൗൺസിൽ. പിന്നെ എർവിംഗ് മേയർ സപ്ലാൻഡ്, പുള്ളി വരും. പിന്നെ സ്റ്റേറ്റ് റെപ്പ് ആൻജി ചേൻ ബട്ടൻ, അവർ വരും. പിന്നെ ഈ നമ്മുടെ സ്വന്തം ആൾക്കാരെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ ഇലക്ഷനിൽ നിന്ന് ജയിച്ച ലോക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് സിറ്റിയിലായാലും, സിറ്റിയിൽ മെയിൻലി സിറ്റി കൗൺസിൽ, ഇവിടെ 6 പേരുണ്ട്. 6 പേരെ നമ്മൾ വിളിച്ചിട്ടുണ്ട്, അവസരം കൊടുത്തിട്ടുണ്ട് സ്റ്റേജ് വരാൻ. അതിനകത്ത് ഒരു മേയറും പിന്നെ 2 പ്രോട്ടം, പിന്നെ ജഡ്ജി വീസിനെ അവിടുന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ട്. പുള്ളി ഫ്രൈഡേ ഈവനിങ്ങിലെ പ്രോഗ്രാമിന് പുള്ളി ഡെഫിനറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇത്തരം പേര് ഞങ്ങൾക്ക് ധാരാളമാണ്. നമുക്ക് നാട്ടിൽ നിന്ന് പൊളിറ്റീഷ്യനെ കൊണ്ടുവന്നിട്ട് ഒരു ഷോ അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കുറെ മൂവി സ്റ്റാറിനെ ഒക്കെ കൊണ്ടുവന്നിട്ട് വലിയ ഇന്നത്തെ പിന്നെ എക്കണോമിക് സിറ്റുവേഷൻ വെച്ച് നാട്ടിൽ നിന്ന് ഇത് കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും.
ഗ്ലോബൽ ചെയർമാനോട് ഒരു കാര്യം ഞാൻ ചോദിക്കാം. ഇപ്പൊ നിങ്ങള് ഈ സംഘടനയുടെ ഗ്ലോബൽ ചെയർമാനാണ് അങ്ങ്. സെയിം പേരിൽ തന്നെ ഏകദേശം 5 ഗ്ലോബൽ സംഘടനകളുണ്ട്. സെയിം പേരിൽ തന്നെ, സെയിം പേര്, സെയിം നിങ്ങളുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം ഒന്ന് തന്നെ. ഒരേ പേരിൽ തന്നെ 5 സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ ഇതിൽ ആരാണ് ഒറിജിനൽ, ആരാണ് യഥാർത്ഥമായിട്ടുള്ളത്, ആരാണ് ഫേക്ക്, ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ ഒരു സംശയം പൊതുസമൂഹത്തിൽ ഒരു ചർച്ചയുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ചയുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയുന്നത്? എന്നോട് ചോദിച്ചാല് വേൾഡ് മലയാളി കൗൺസിൽ വന്നത് എന്താ പറയാ, അങ്ങ് സ്ഥാപക മെമ്പർ കൂടെയാണ്. ഞാൻ സ്ഥാപക മെമ്പറും കൂടിയാണ്. അന്ന് തൊട്ടിട്ട് എനിക്കിതിനകത്ത് കംപ്ലീറ്റ് പൾസ് അറിയാവുന്ന ഒരാളാണ്. ഇത് എന്താണ്, ഏത് സ്റ്റെപ്പിലാണ്, എങ്ങനെയാണ് ഈ ഡിസിഡന്റ് ഫോം ചെയ്ത് 2012 ആ ഡിസിഡന്റ് ഗ്രൂപ്പ് മറ്റിപ്പം പൊക്കാന കഴിഞ്ഞ് ഫോമായ പോലെ ആയതായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇതിപ്പോ സെയിം പേര് തന്നെ അവർ ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞത്. ശരിയാണ്, അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഗ്രൂപ്പ് അല്ലാതെ പിന്നെ അവരും പറയുന്നത് അങ്ങനെയാണ്. അവരും അങ്ങനെ പറയുന്നത്. അത് കുഴപ്പമില്ല. ഈ ഈ ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടനയുടെ പ്രധാനം എന്നാണ് പറയുന്നത്. അത് അതിൻ്റെ രജിസ്ട്രേഷൻ, ഇൻകോർപ്പറേഷൻ വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ ഇൻക് 1998 തുടങ്ങിയതാണ്. ഇന്നും അതിന്റെ പിന്നെ അഡ്രസ് എൻ്റെ തന്നെയാണ്. അഡ്രസ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ടെക്സസ് നാളെ ടെക്സസ് രജിസ്ട്രേഷനാണ്. ഇതിന് ഒറിജിനലി ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പിരിഞ്ഞു പോയ ഗ്രൂപ്പ് അത് ഡിസോൾവ്. അതെവിടെയായിരുന്നു? അത് ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിൽ ആദ്യം ഇതിന്റെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതിപ്പോ പിരിഞ്ഞു പോയവരുടെ കയ്യിലാണ്. ഇല്ല, അത് പോയി. അത് അവർ ഡിസോൾവ് ചെയ്തു. അവർ യൂസ് ചെയ്യുന്നില്ല, ഡിസോൾവ് ചെയ്തോളാം. എന്നാൽ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അവരുടെ ബൈലോയുടെ ലാസ്റ്റ് ഭാഗത്ത് നോക്കി അറിയാതെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗമായിട്ട് അതിന്റെ ഡിസൊല്യൂഷന് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഘടന ഞങ്ങളെ സംബന്ധിച്ച് ഇല്ല. ഒരു സംഘടനയല്ല, ഇതിന്റെ പേരിൽ തന്നെ 5 സംഘടനയുണ്ട്. അല്ല, 5 പേര്. ആറാമത് വേറൊരു സംഘടനയുണ്ട്. അപ്പൊ ഈ ഇപ്പം നാളെ ഇപ്പം അങ്ങേക്ക് മാത്രമായിട്ട് ഇപ്പൊ ഇതിൽ നിന്ന് മാറിയെന്ന് ഞാനാണ് ഒറിജിനൽ വേൾഡ് മലയാളി കൗൺസിൽ WMC, ഞാനാണ് ഒറിജിനൽ എന്ന് വേണേ അങ്ങേക്ക് വേണേ പറയാം. പറഞ്ഞൂടെ? തീർച്ചയായിട്ടും പറയും. പക്ഷേ പറയില്ലെന്ന് അങ്ങേക്ക് പോലും ഉറപ്പില്ല. ഇല്ല, അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും. കാരണം മനുഷ്യനല്ലേ, മനുഷ്യന് കഴിവതും നമുക്കൊരു സംഘടന എന്ന് പറഞ്ഞാൽ അതിനൊരു സ്നേഹം, സംഘടനയോട് ഒരു സ്നേഹം അതുള്ളത് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഫ്യൂച്ചറിലെ കാര്യം എന്നോട് ചോദിച്ചത് ആർക്കറിയാൻ പറ്റും നമ്മൾ എന്താണ് ആളുകളും ഇല്ലയോ. ഇതെല്ലാം സംഘടന നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതാണ്ട് 31 വർഷത്തിനത് മാറിയിട്ടില്ല. മാറി ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല. എനിക്ക് മാറാനുള്ള പരിപാടിയില്ല. ഞാൻ 31 ആയില്ല, 30 വർഷം ഞാനുമായിട്ടുള്ളതാണ്. ഏനാ ഈ സംഘടനയിലായിട്ട് പല സംഘടനകളുണ്ട്. ഈവൻ ഇവിടെ ലോക്കൽ സംഘടനകളുണ്ട്. ഞാൻ അവിടെ അവരുടെ പരിപാടിക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ അതിലൊന്നും ഞാൻ അംഗത്വം എടുത്തിട്ടില്ല. അപ്പോൾ ഒറിജിനൽ സംഘടന നിങ്ങളുടെ WMC ആണെന്നുള്ളതാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. ഇതുപോലെയാണ് മറ്റുള്ളവരും അവകാശപ്പെടുന്നത്. മറ്റുള്ള സംഘടനക്കാരും ഇത് തന്നെയാണ് പറയുന്നത്. സെയിം അങ്ങ് പറഞ്ഞ അതേ ഡയലോഗുകളാണ് അവരും പറയുന്നത്. അവരാണ് ഒറിജിനൽ. ആകെ കേട്ട് കേൾക്കുന്ന ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് കൺഫ്യൂഷൻ ആണ്. ആരാ ഒറിജിനൽ, ആരാ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ അങ്ങനെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കൺവെൻഷൻ നടന്നത് കേരളത്തിലാണ് അല്ലേ? കേരളത്തിൽ വെച്ച് നിങ്ങൾ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്. ചൂരൽമല ദുരന്തത്തിൽ നിങ്ങൾ കുറെ വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഏതെങ്കിലും ഒരു വീട് വെച്ചു കുടിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് വാഗ്ദാനം നടപ്പിലാക്കുകയോ അതിനൊരു ഒരു 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 കല്ല് പോലും നിങ്ങൾ എടുത്ത് വെക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം ഇത് ആ സർക്കാരിന്റെ ഒരു പൂള ആണ് അവരുടെ സ്പോൺസേഴ്സിനെ അവർ സംഘടിപ്പിച്ചത്. അവരോരോ പൂള ആൾക്കാരെയാണ് സംഘടിപ്പിച്ച് അതിന്റെ അപ്രൂവലോട് ഇവിടെ 15 വീടുകളാണ്, 20 അല്ലെങ്കിൽ 100. ഞങ്ങളുടെ ടേൺസ് വരെ വന്നത് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതുവരെ ഞങ്ങൾക്കൊരു ലാൻഡ് ഓഫർ ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾ 15 വീട് പോലെയാണ്. ഞങ്ങൾ ഓഫർ ചെയ്തത് 1 കോടി രൂപയുടെ വീടുകൾ. 1 കോടി. അതിനകത്ത് 14-15 എത്രയാണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ ഇന്നും തയ്യാറാണ്.
ഞങ്ങൾ തയ്യാറാണ് അത് വീടുകൾ ഉണ്ടാക്കാൻ. പക്ഷെങ്കിൽ ഗവൺമെന്റ് സ്ഥലം തരണം. സ്ഥലം തരണം, അത് ഇതാണ് നിങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട് തയ്യാറാണ്. അതേക്കുറിച്ച് ഒത്തിരി ആക്ഷേപങ്ങൾ കേട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്ഷേപം കേട്ടു. ചുരൽമലയുടെ വലിയൊരു ദുരന്തം നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ചുരൽമല ദുരന്തം. കഴിഞ്ഞ വർഷം ഉണ്ടായി. അപ്പോൾ ആ ചുരൽമല ദുരന്തത്തിൽ നിങ്ങൾ സഹായഹസ്തം നീട്ടി. പക്ഷേ നിങ്ങളുടെ വാക്കുകൾ വെറും പൊള്ളയ വാക്കുകളാണ്. നിങ്ങൾ ഒന്നും ചെയ്തില്ല, നിങ്ങൾ പിന്നെ കളിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ചില കിംവദന്തികളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ. ഗവൺമെന്റ് എന്നോട് ചോദിച്ചാൽ അത് ഗവൺമെന്റ് അറിയപ്പെടും തന്നെ അതിനൊരു അഡ്മിനിസ്ട്രേഷൻ കാണുമല്ലോ. പണം മേടിച്ചായിരുന്നു എല്ലാവരും. നിങ്ങളോട് ഗവൺമെന്റ് നിങ്ങൾ ഓഫർ ചെയ്തു, പക്ഷെ ഓഫർ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. സ്വീകരിച്ചു. ഞങ്ങൾ എഴുതി കൊടുത്തു. ഞങ്ങളൊരു സമ്മതപത്രമാണ് കൊടുത്തു പിണറായിക്ക് അന്ന് കൈമാറിയത്. സ്റ്റേജിൽ വെച്ച് കൊടുത്തു. പക്ഷെ അതിനുശേഷം ഫർദർ ഒരു ക്ലാരിഫിക്കേഷനും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ഇന്നടത്ത് നിങ്ങൾ വീട് പണിയണം. നിങ്ങൾ അന്വേഷിച്ച് ചെന്നിട്ടുമില്ല. ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ചു. അങ്ങനെയാണ് അതാണ് അതിന്റെ സിറ്റുവേഷൻ. അതേസമയം ഇപ്പം ഗവൺമെന്റ് പറയുകയാണ് അത് നിങ്ങളുടെ 15ാമത്തെ ലിസ്റ്റിൽ 15ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് വേണായി എന്ന് പറഞ്ഞാൽ ഞങ്ങളത് നിങ്ങൾ തയ്യാറാക്കി. അതെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അവര് തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്ത് തന്നെ. ഞങ്ങൾ ഇൻഡിവിജ്വലി ആണ് ഇപ്പോൾ. ഒത്തിരി ഒന്നും പണിയുന്നില്ല. നമുക്ക് ലോകം മുഴുവൻ നന്നാക്കാൻ വേറെ ആർക്കെങ്കിലും ഒരുപാട് വീട് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഒരു വേഗമായിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകാം. പക്ഷേ പിന്നെ ഇങ്ങനൊരു ആ ഒരു പറച്ചിലില് പലരും കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ഡിസ്കഷൻ ഞാൻ ഏതോ ഒരു ഗ്രൂപ്പിൽ കണ്ടപ്പോൾ അതിനകത്ത് പറഞ്ഞു, നിങ്ങൾ ചെയ്തു കൊടുത്ത വീടുകള് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്ന് പോലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള തെളിവ് തരാമോ എന്നൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചില ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സത്യമാണ്. തീർച്ചയായിട്ടും വീട് വെച്ച് കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെങ്കിൽ ഇനിയിപ്പം നമുക്കിപ്പോ പുറത്തെ നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളോ അല്ലെ കേട്ട കാര്യങ്ങളോ സത്യമല്ലെങ്കിൽ പിന്നെ നമുക്കത് അതിന്റെ പുറത്ത് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ബൈബിളിൽ പറയുന്നല്ലേ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ്. ആരും അറിയാതെ നിങ്ങൾ കൊടുക്കുന്നതാണ്. മറ്റൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നതല്ല. അതെ, ഞങ്ങളൊന്നും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തത്. നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നു. അത് ആ ഗുണഭോക്താവിന് അവരുടെ അരികെ പോയിട്ട് നമുക്ക് ഇന്റർവ്യൂ ചെയ്തിട്ട് ഞങ്ങളൊരു 10 പേരുടെ ഇപ്പൊ ലിസ്റ്റ് തരാം. ഓക്കെ, ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ അന്വേഷിക്കുക ഈ വീടുകള് ഞങ്ങൾ അഡ്രസ് തരാം. അവിടെ പോയിട്ട് ഇപ്പൊ വളരെ റീസെന്റ് ഇപ്പൊ റാന്നി വെച്ചത്, റാന്നിയെ കോഴഞ്ചേരിയില് അത് എന്റെ സ്ഥലത്താണ് ഒരു വീട് വെച്ചു. പിന്നെ അടൂര് ഒരു വീട് വെച്ചു. കായംകുളത്ത് രണ്ട് വീട് വെച്ചു. പിന്നെ കോന്നിയിലൊരു വീട് വെച്ചു. കൊല്ലൂരൊരു വീട് വെച്ചു. ഇടുക്കിയിലൊരു വീട് വെച്ചു. ഇതെല്ലാം ഓരോ പ്രൊവിൻസുകളാണ്. ഇത് കഴിഞ്ഞ കോൺഫറൻസിന് 4 വീടിന്റെ ഒന്നിച്ച് താക്കോൽ അവരെ വിളിച്ചു വരുത്തി സ്റ്റേജ് വെച്ച് പിണറായി വിജയനെ കൊണ്ട് തന്നെയാണ് കൊടുത്തത് സ്റ്റേജിൽ. അത് നമുക്ക് അത് ഈ കഴിഞ്ഞ 31 വർഷമായി ഈ സംഘടന സ്ഥാപിതമായി. 31 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേരളത്തിലാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. എടുത്തു പറയത്തക്ക എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ വർഷം ഫിലഡൽഫിയ പ്രൊവിൻസ് 50 നിർധനരായ പിള്ളേർക്ക് കല്യാണം 1.5 കോടി രൂപ ചെലവാക്കി. അവരുടെ കംപ്ലീറ്റ് ചെലവ് അത് ഗാന്ധി ഭവനിൽ വെച്ചിട്ടായിരുന്നു. അവരെല്ലാം ഓർഗനൈസ് ചെയ്തതും എല്ലാം ഓർഗനൈസ് ചെയ്തതും പിള്ളേരെ കണ്ടുപിടിച്ചതും നമ്മൾ അവിടെ സെറ്റപ്പ് ചെയ്തതും എല്ലാം ഗാന്ധി ഭവൻ നമ്മുടെ ചെലവാണ്. ഓക്കെ, ആ പിള്ളേർക്ക് വേണ്ടുന്ന സ്വർണവും കൊടുത്തു. അവർക്ക് ട്രാൻസ്പോർട്ടേഷന്, തുണിയെ, ഷൂ വരെ മേടിച്ചു കൊടുത്തു. എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുത്തിട്ട് അവരുടെ കല്യാണം ഞങ്ങളെല്ലാം പോയിരുന്നു. ഫാമിലി ഇപ്പോഴും ഒരു സന്തോഷമായിട്ട് ചെയ്യും. നമ്മുടെ കോണ്ടാക്ട് ഗാന്ധി ഭവൻ മാത്രമാണ്. ഈ ഒക്ടോബറിൽ അവരുടെ ആനിവേഴ്സറി ഉണ്ട്. അപ്പൊ അതിനൊരു ഫംഗ്ഷൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പത്തനാപുരത്ത് തന്നെ. അതാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ഈ അടുത്തിടെ ചെയ്ത ഏറ്റവും വലിയ കാര്യം. പിന്നെ അതിന് മുമ്പ് ചെയ്തതാണ് രാജിക്കാരനെ അവിടെ ചെയർമാൻ വന്നത് ഞാൻ കയറുന്നതിന് മുമ്പ്.
അവിടെ നമ്മുടെ AVR ക്യാൻസർ ക്യാൻസർ സെന്റർ സെന്ററിലേക്ക് MVR സോറി കോഴിക്കോട്. കോഴിക്കോട് അവിടെ 5 റൂം 25 ലക്ഷം രൂപ ചെലവാക്കി 5 റൂംസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെർവൻ്റ് അടക്കം അവിടെ വരുന്ന ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ആൾക്കാർ ഫാമിലിക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. ഫുഡ് പോലും നമ്മളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെലവാണ്. ഇപ്പോഴും എത്ര വർഷമായിട്ട് 6 വർഷമായിട്ടാണ്. അതെ, അപ്രോക്സിമേറ്റ്ലി 6 years. ബഷീർ സാറിന്റെ ഒരു വീഡിയോ ഉണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ കൺവെൻഷനോട് കൂടി പുതിയ ഭാരവാഹികൾ അല്ലേ ഇപ്പോഴുള്ളതെല്ലാം ഇപ്പൊ എല്ലാവരും മാറത്തില്ല. ഇപ്പൊ ചിലരൊക്കെ നോമിനേഷൻ പിന്നെയും കൊടുത്തിട്ട് അവര് നോമിനേഷൻ വേറെ ഇല്ലെങ്കിൽ അവരല്ല. നോമിനേഷൻ ഉണ്ടെങ്കിൽ നോമിനേഷൻ ഉണ്ടെങ്കിൽ ഇലക്ഷൻ ഇലക്ഷൻ ഇല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അവർ തന്നെ. ഇപ്പൊ ഏതെല്ലാം പോസ്റ്റിൽ നോമിനേഷൻ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഏകദേശം ഒരു 2 പൊസിഷനെങ്കിലും ഇലക്ഷൻ വരും. ഇലക്ഷൻ ഈ ഇപ്പോഴത്തെ പ്രസിഡന്റ് 4 വർഷമാക്കിയല്ലേ? 4 ക്ലാസ് അദ്ദേഹം ഇപ്പം മാറും. പുള്ളിയുടെ പൊസിഷൻ കഴിഞ്ഞു. ഇനിയിപ്പോ പുള്ളി നോമിനേഷൻ കൊടുത്ത് രണ്ടാമത് ചെയർമാന്റെ കൊടുക്കാം. അദ്ദേഹം എത്ര വർഷമായി സംഘടനയായിട്ട് സഹകരിക്കാൻ? എനിക്ക് ഓർമ്മയില്ലേ, 22-25 വർഷമാക്കാം. അപ്പൊ പുള്ളി ഷാർജയാണ്. ഷാർജ യൂണിറ്റ് പ്രൊവിൻസ് തൊട്ടിട്ട് മേൽപ്പോട്ട് വർക്ക് ചെയ്ത് വന്ന ആളാണ് മുഹമ്മദ് സാർ. പെട്ടെന്ന് കയറി പ്രസിഡന്റ് ആയിരുന്നു. നമുക്കങ്ങനെ എക്സാമ്പിൾ പുറത്ത് കാണാൻ പറ്റും. പക്ഷെങ്കിൽ അത് വർക്ക് ചെയ്ത് അതുപോലെ ഡൊണേഷൻ ചാരിറ്റിയും ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ്. ചാരിറ്റി ചെയ്യുന്ന എല്ലാവർക്കും എന്റെ പ്രസിഡന്റ് ആവാം. അതുകൊണ്ട് മാത്രം പറ്റത്തില്ല. അതൊരു വലിയ ഇതിനകത്ത് ഞാൻ പറയാം, ഞങ്ങൾ പൈസ ഉള്ളവർക്ക് ഇതിന്റെ പ്രസിഡന്റ് ആവാൻ പറ്റൂ എന്നുള്ളതാണ്. അല്ലല്ല, പൈസ അല്ല, മനസ്സ് വേണം. മനസ്സ് വേണം. ഞങ്ങളൊക്കെ ഇത്ര ആയിട്ടുണ്ട് ഓർമ്മ. അന്ന് തൊട്ടിട്ട് എഴുതിയൊക്കെ ആയിരുന്നു. എന്റെ സംശയം അത് തന്നെയാണ്. അപ്പം പിന്നെ പൈസയുണ്ട്, മനസ്സുമുണ്ട്, ചിലവൊക്കെ മനസ്സുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതിന്റെ പ്രസിഡന്റും ചെയർമാനും പറ്റുള്ളൂ എന്നുള്ളത്. ഇല്ല, അങ്ങനെയില്ല. ഇത് നമ്മള് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ കൂടിയാണല്ലോ വരുന്നത്. ഓരോ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലത്തെ കോൺഫറൻസ് കൂടുമ്പോഴത്തേക്ക് എല്ലാവരുടെ നിന്ന് നോമിനേഷൻ സ്വീകരിക്കുന്നു. അതിനകത്ത് ഇപ്പം 2 പേരുണ്ടെങ്കിൽ എലക്ട് ചെയ്ത് ഇലക്ഷനിൽ കൂടി വോട്ടിങ്ങിൽ കൂടിയാണ് നമ്മൾ ആളിനെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം ജോൺ മുത്തായി സാറിനെതിരെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇലക്ഷൻ വന്നേനെ. പക്ഷേ എന്തുകൊണ്ടോ അതിന് കൊടുത്തിട്ടില്ല. ആ, അദ്ദേഹത്തിന് ചെയർമാനാവും ആവും. ഈ നിമിഷം വരെ. അതെ, ആകാൻ നല്ല, ഞാൻ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങ് മാറി കൊടുക്കണ്ടേ? ഞാൻ മാറുകയാണ്. മാറുക. അടുത്ത ഏത് പൊസിഷനിലേക്കാ വരുന്നത്? ഒരു പൊസിഷൻ ഇല്ല, അവസാനം ഒരു പൊസിഷനേ ഇല്ല. പ്രോഗ്രാം കൺവീനർ എത്രാമത്തെ വർഷം വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്? ഇത് ഞാൻ ആദ്യത്തെ വർഷം 4 മാസമായുള്ളൂ. അതെ, 4 മാസമേ ഉള്ളൂ. ഇത് 3.5 വർഷം ഇനിയും കിടക്കുക. വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അതിനു മുമ്പ് അമേരിക്ക റീജിയന്റെ പ്രസിഡന്റ് ആയിരുന്നു 4 വർഷമായിട്ട്. അതും ഈ പറഞ്ഞ കണക്ക് ഞങ്ങളുടെ കോൺഫറൻസ് നടന്ന സമയത്ത് എനിക്കെതിരെ ആരും മത്സരിച്ചില്ല. അതുകൊണ്ട് ഞാൻ ആയതാ. അതല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് വേണമെങ്കിൽ മത്സരിക്കാൻ പോലും ആള് മുന്നോട്ട് വരുന്നില്ല. അല്ല, ഇല്ലാഞ്ഞിട്ടല്ല. പല പൊസിഷനും ഉണ്ടായിരുന്നു. ഇത്തവണ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ന്യൂജേഴ്സി വെച്ചായിരുന്നു നമ്മുടെ കോൺഫറൻസ്. അപ്പം എൻ്റെ ടൈം കഴിഞ്ഞോട്ട് ഞാൻ മത്സരിച്ചില്ല. അപ്പം വേറൊരു പുതിയ പ്രസിഡന്റ് വന്നു, ന്യൂയോർക്കിൽ നിന്നുള്ളതാണ്. അതുപോലെ ബാക്കി പല പൊസിഷനിലും പുതിയ ആൾക്കാരാണ്. ഇപ്പോഴത്തെ ടീം ബേസിക്കലി ഈ ചെയർമാൻ, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എല്ലാം പുതിയ ആൾക്കാരാണ്. നിങ്ങൾക്ക് ഈ ഒരേ പേരിലും ഒരേ ബയലോയിലും ഒരേ ഉദ്ദേശ ലക്ഷ്യങ്ങളിലും 4-5 സംഘടനകളായി നിൽക്കാതെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പോകാനുള്ള ഒരു സാഹചര്യം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം സാറേ, അത് ഞങ്ങളൊരു 3-4 പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒന്നാക്കാൻ. ഇൻഫാക്ട് കഴിഞ്ഞ വർഷം 2025 ഒരു മേജർ അറ്റംപ്റ്റ് നമ്മൾ അവിടെ അമേരിക്കയിൽ വെച്ചിട്ട്, അമേരിക്ക റീജിയനും ഇവിടെ ആൾക്കാരെല്ലാം അമേരിക്കയിലാണല്ലോ മിക്കവാറും. അത് ഒരു അറ്റംപ്റ്റ് നമ്മൾ ചെയ്ത് നോക്കി. ഒന്നുകൂടി അത് ഇനിഷ്യേറ്റീവ് വന്ന അവരുടെ ഇന്ന് തന്നെ നമ്മൾ ജോയിൻ ചെയ്തത്. ഒടുവിൽ ബൈലോയുടെ എന്തോ ഒരു സംഭവം, ബൈലോ പഴയത് വേണമെന്നോ പുതിയ വേണമെന്നുള്ള ഒരു തർക്കത്തിലാണ് അത് നടക്കാതെ.
പിന്നെ ഒരു മീറ്റിംഗ് വിളിക്കാൻ പോലും ആർക്കും ധൈര്യം വന്നില്ല. അത് അങ്ങനെ അങ്ങ് തീരുകയായിരുന്നു ചെയ്തത്. ഈ സംഘടന ഒന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. കാരണം ഇവര് മാറി അന്നേരത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ബൈലോ ചേഞ്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യും. ഞാൻ പറഞ്ഞാല് ഞങ്ങളുടെ ഇപ്പൊ ഒറിജിനൽ ബൈലോ എന്ന് പറഞ്ഞാൽ 32 പേജസേ ഉള്ളൂ. വളരെ കോംപ്ലൈന്റ് ഒരു ബൈലോ ആണ്. ഇന്റർനാഷണലി ഉണ്ടാക്കിയ ക്വാളിഫൈഡ് ആൾക്കാരുണ്ടാക്കിയ ഒരു ബൈലോ ആണ്. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് 72 74 പേജാണ് ഇപ്പോൾ അവരുടെ ബൈലോ. അവരുടെ ഞാൻ പറയുന്നത് ഇപ്പൊ ഞങ്ങളുടെ സാധാരണ അങ്ങോട്ട് ഞങ്ങളുടെ ഭാഷയിൽ തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഒരു തരത്തിലും ഒരു ഇത് രണ്ടും ഒന്നല്ല, പേര് മാത്രമേ ഒന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരള കോൺഗ്രസ് കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ഉണ്ടായ മന്നത്ത് പത്മനാഭൻ പത്മനാഭനാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഭദ്രദൈവം കൊളുത്തി ആ പാർട്ടി തിണ്ണക്കരമൈതായി 1964 തുടങ്ങിയത്. അപ്പം അതില് രാഷ്ട്രീയത്തിലെ ഒരു ഭീഷ്മാചാര്യനായിരുന്ന CK അദ്ദേഹം വളരെ സരസമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇതിനെ വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന ലോക മലയാളി WMC, വേൾഡ് മലയാളി എന്ന് വേണേൽ നമുക്ക് തമാശയായിട്ടാണെങ്കിലും അങ്ങനെ പറയാൻ പറ്റാതാണ് യാഥാർത്ഥ്യം. അതായത് പിന്നെ പിളരണമെന്ന് ആഗ്രഹത്തോട് തുടങ്ങിയാൽ പിളരും. പിന്നെ ഇതിനകത്ത് എല്ലാവർക്കും ഈ സ്ഥാനത്തിനും മാനത്തിനും വേണ്ടിയാണല്ലോ പിന്നെ പിളരുന്നത്, അല്ലേ? കറക്റ്റ്, അതിനൊരു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മിക്കവാറും പേര് മാറിപ്പോകും, സംഘടനകൾ ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നു. അത് ഉദ്ദേശിച്ച ഇടത്ത് എത്താതെ വരുമ്പോൾ പിന്നെ കുളിക്കും, അല്ലേ? ചില ആളുകളുടെ സങ്കുചിത സ്വാർത്ഥത മനോഭാവമാണ് അതിനകത്ത് തെളിയുന്നത്. അതിൻ്റെ ഒരു നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറിയെങ്കിലേ ഇത് വളരുള്ളൂ. ഏതായാലും നമ്മൾ ഇത്രയും നേരം വളരെ തിരക്ക് പിടിച്ച ജോലി തിരക്കിനിടയിൽ നിങ്ങളെല്ലാം കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇത്രയും നേരം ഞങ്ങളോട് വർത്തമാനത്തിൽ പങ്കുചേർക്കുന്നത് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കാനും ആശയവിനിമയം നടത്താനും നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള ചില അപവാദങ്ങൾ, ചില പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ നിലയിൽ നിങ്ങൾ പങ്കെടുത്തു, ഈ വർത്തമാനത്തിൽ പങ്കെടുത്തു. അതിന് എല്ലാവിധ നന്ദിയും